സുപ്രഭാതം. ജീവിതത്തിൽ നാം ഓരോരുത്തരും തേടുന്നത് ആത്മവിശ്വാസവും സന്തോഷവുമാണ്. ഈ രണ്ട് ഘടകങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് ജീവിതം കൂടുതൽ മനോഹരവും അർത്ഥപൂർണവുമാവുന്നത്. ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താനും ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ടു പോകാനും ആത്മവിശ്വാസം നമ്മളെ സഹായിക്കുന്നു. ഒരു ഗ്രാമത്തിൽ വൈഷ്ണവ് എന്നൊരു ആൺകുട്ടിയുണ്ടായിരുന്നു. പഠനത്തിൽ മിടുക്കനായിരുന്നെങ്കിലും ആത്മവിശ്വാസം തീരെ കുറവായിരുന്നു. സ്കൂളിൽ ഒരു പരിപാടിയിൽ പോലും പങ്കെടുക്കാൻ അവൻ മടിച്ചിരുന്നു. സ്റ്റേജിൽ കയറാനോ നാലുപേരുടെ മുന്നിൽ സംസാരിക്കാനോ അവന് ഭയമായിരുന്നു. എന്നെക്കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. ഒരു ദിവസം അവരുടെ ക്ലാസ്സിൽ ഒരു പുതിയ ടീച്ചർ വന്നു. മിസ് ലക്ഷ്മി. വളരെ സ്നേഹത്തോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കുന്ന ടീച്ചറെ എല്ലാവർക്കും ഇഷ്ടമായി. ലക്ഷ്മി മിസ് വൈഷ്ണവിനെ ശ്രദ്ധിച്ചു. അവൻ്റെ കഴിവുകൾ ടീച്ചർക്ക് മനസ്സിലായി. ഒരു ദിവസം സ്കൂളിൽ ഒരു പ്രസംഗ മത്സരം പ്രഖ്യാപിച്ചു. വൈഷ്ണവ് പതിവ് പോലെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. മിസ്സേ, എനിക്ക് പറ്റില്ല, എനിക്ക് തെറ്റിപ്പോകും, എല്ലാവരും ചിരിക്കും, അവൻ പറഞ്ഞു. ലക്ഷ്മി മിസ് പുഞ്ചിരിച്ചുകൊണ്ട് വൈഷ്ണവിനോട് പറഞ്ഞു, വൈഷ്ണവ്, നിനക്ക് നന്നായി സംസാരിക്കാൻ കഴിയും. നിനക്ക് നല്ല ആശയങ്ങളുണ്ട്. നീ എന്തിനാണ് ഭയക്കുന്നത്? തെറ്റുകൾ സംഭവിക്കാം, പക്ഷേ അത് നമ്മളെ കൂടുതൽ മെച്ചപ്പെടുത്താനേ സഹായിക്കൂ. നിന്റെ ഏറ്റവും വലിയ ശക്തി നിനക്കകത്തുണ്ട്. നീ നിന്നെ വിശ്വസിച്ചാൽ മാത്രം മതി. ടീച്ചറുടെ വാക്കുകൾ വൈഷ്ണവിൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അന്നു മുതൽ അവൻ പ്രസംഗത്തിനായി തയ്യാറെടുത്തു. ടീച്ചർ അവനെ പ്രോത്സാഹിപ്പിച്ചു. പ്രസംഗ ദിവസം വൈഷ്ണവിന് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ അവൻ ലക്ഷ്മി മിസ്സിൻ്റെ വാക്കുകൾ ഓർത്തു. അവൻ സ്റ്റേജിൽ കയറി. ചെറിയൊരു വിറയലോടെ സംസാരിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അല്പം പതറിയെങ്കിലും പതിയെ അവന് ആത്മവിശ്വാസം തിരികെ കിട്ടി. അവൻ്റെ വാക്കുകൾക്ക് വ്യക്തത വന്നു. സദസ്സ് കൈയടിച്ചു. മത്സരം കഴിഞ്ഞപ്പോൾ വൈഷ്ണവിന് ഒരു സമ്മാനവും ലഭിച്ചു. അതിലുപരിയായി അവന് ആത്മവിശ്വാസം എന്ന വലിയ സമ്മാനമാണ് ലഭിച്ചത്. ആ ചെറിയ വിജയം വൈഷ്ണവിൻ്റെ ജീവിതം മാറ്റിമറിച്ചു. അവൻ പിന്നീട് സ്കൂളിലെ എല്ലാ പരിപാടികളിലും സജീവമായി പങ്കെടുത്തു. അവൻ്റെ മുഖത്ത് എപ്പോഴും ഒരു സന്തോഷം നിറഞ്ഞു. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് ആത്മവിശ്വാസം എന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനെ കണ്ടെത്താനും വളർത്താനും നമ്മൾ സ്വയം തയ്യാറാകണം. മറ്റുള്ളവരുടെ പ്രോത്സാഹനങ്ങൾ ഒരുപാട് സഹായിക്കും, പക്ഷേ ഏറ്റവും വലിയ പിന്തുണ നമ്മൾക്ക് തന്നെ നൽകണം. ഓരോ ചെറിയ വിജയവും നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. തെറ്റുകൾ സംഭവിക്കുമ്പോൾ നിരാശരാകാതെ അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. ആത്മവിശ്വാസമുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷവും സന്തോഷം കണ്ടെത്താൻ നമുക്ക് കഴിയും. കാരണം സന്തോഷം എന്നത് വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ചുറ്റുമുള്ള ചെറിയ നിമിഷങ്ങളിലും അനുഭവങ്ങളിലും. നിങ്ങൾക്ക് ആത്മവിശ്വാസവും സന്തോഷവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.